നിലമ്പൂർ അകമ്പാടം പാറേക്കാട് നഗറിലെ കുറുമ്പിയമ്മയുടെ ദുരിതം മാറ്റാൻ നാട് ഒന്നിക്കുകയാണ്. കുറുമ്പിയമ്മയുടെ വീട്ടിലെ അംഗങ്ങളിൽ കുറച്ചുപേരെ വാടക വീട്ടിൽ താമസിപ്പിക്കാൻ തയ്യാറാണെന്ന് നിലമ്പൂർ മർച്ചൻ്റ് അസോസിയേഷനും മലപ്പുറം ജില്ലാ ട്രോമാ കെയറും പ്രഖ്യാപിച്ചു. 6 മാസത്തെ വാടക തുക മർച്ചൻ്റ് അസോസിയേഷൻ വീട്ടിലെത്തി കൈമാറി. ചെറിയ കൂരയിൽ 21 പേർ താമസിക്കുന്ന വാർത്ത 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. 24 ഇമ്പാക്ട്. പാറേക്കാട് നഗറിലെ കുറുമ്പിയമ്മയുടെ വേദന പതുക്കെ മാറുകയാണ്. അതിനായി നന്മയുള്ള മനുഷ്യർ ഒന്നിക്കുന്നു. 21 പേരാണ് ഈ കൊച്ചു വീട്ടിൽ താമസിക്കുന്നത്. അതിൽ ഒരു കുടുംബത്തെയെങ്കിലും മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആവശ്യമാണ് ആദ്യം പരിഗണിച്ചത്. ഒരു കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റുമ്പോൾ നൽകേണ്ട 6 മാസത്തെ വാടക നിലമ്പൂർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തി കുറുമ്പിയമ്മയ്ക്ക് നേരിട്ട് കൈമാറി. ഈ ഒരു ദുരിതാവസ്ഥ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകളിൽ ഇപ്പോഴും ഇങ്ങനത്തെ ഒക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹത്തിന് കാണിച്ചു തന്ന 24 ചാനലിനോടും ഞങ്ങളുള്ള നന്ദിയും കടപ്പാട് പറയുകയാണ്. ഇനിയും നിലമ്പൂർ മർച്ചൻ്റ് അസോസിയേഷൻ ഒരു താങ്ങും തണലുമായിട്ട് ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പു തരികയാണ്. പിന്നീടുള്ള 6 മാസത്തെ തുക മലപ്പുറം ജില്ലാ ട്രോമാ കെയറും കഴിയാവുന്ന സഹായങ്ങളുമായി മുന്നിലുണ്ടാകുമെന്ന് ട്രോമാ കെയർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം യൂനിസ് രാമൻകുത്ത്. അവരാ താമസിക്കുന്ന ഷെഡ് ഒരു വാസയോഗ്യമാക്കാനുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ അവിടെ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് അവിടെ വേറെ ഷെഡ് കെട്ടാൻ സ്പേസ് അവിടെ ഇല്ല. അപ്പോൾ ഒരു കുടുംബത്തെ നമ്മൾ മാറ്റി പാർപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മളിതിന് ഇറങ്ങിയത്. സന്തോഷത്തിന്റെ നിറകൺ ചിരി കുറുമ്പിയമ്മയുടെ മുഖത്ത് വിരിഞ്ഞു. നല്ല അവസ്ഥ തന്നെ, അങ്ങനെ കിട്ടിയാൽ തന്നെ എനിക്ക് എത്ര നല്ലൊരു സന്തോഷം എന്നറിയോ. ഇതിലും ഇതൊരു സന്തോഷം എനിക്കിന്നില്ല, പറഞ്ഞറിയിക്കാൻ പറ്റൂല എനിക്കത്. ഏതെങ്കിലും ഒരു കുടുംബം നമുക്ക് മാറിക്കിട്ടിയാൽ അത്രയും സന്തോഷമല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കരു ഇടപെട്ടതുകൊണ്ട് നമ്മൾ ഒരു കുടുംബത്തിന് തന്നെ ഒരു കുടുംബത്തിന് മാറ്റി പാർപ്പിക്കാനുള്ളത് ആയല്ലോ. എത്ര വലിയ സന്തോഷമാണ് അതെനിക്ക്. വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ച ആട്ടിൻകൂട് ഷെഡിലാണ് കുറുമ്പിയമ്മയുടെ ഒരു മകൻ കിടന്നിരുന്നത്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. മുഹമ്മദ് അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.